ഹലോ ഫ്രണ്ട്സ്, ഇത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പാൽപ്പായസം ഉണ്ടാക്കുന്നതാണ്. ഇന്ന് അഷ്ടമി രോഹിണിയാണ്. അപ്പോൾ നമുക്ക് ശ്രീകൃഷ്ണന് ഒരു പാൽപ്പായസം ഉണ്ടാക്കാം. അപ്പോൾ പാൽപ്പായസം എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലായിട്ട് വേണ്ടത് പാൽ തന്നെ. അപ്പോൾ നമ്മൾ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്, അര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, 100 ഗ്രാം അരി എടുത്തിട്ടുണ്ട്, 100 ഗ്രാം പഞ്ചസാരയുണ്ട്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന പാല് A2 മിൽക്കാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. A2 മിൽക്കിൻ്റെ ഗുണങ്ങൾ ഞാൻ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടെ പറയാം. അപ്പോൾ നമ്മൾ ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കിട്ടുന്ന പാലിൽ A1 ആൻഡ് A2 പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ളതാണ്. ഈ A1 പ്രോട്ടീൻ എപ്പോഴും സ്റ്റൊമക്കിന് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നുണ്ട്, ഇൻഫ്ലമേറ്ററി പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അനുഭവമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ A2 മിൽക്കാണെങ്കിൽ A2 പ്രോട്ടീൻ ഡൈജഷന് വളരെ ഈസിയാണ്, സ്റ്റൊമക്ക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കണില്ല. പിന്നെ അതിൽ ഈ ഗ്രോത്ത് ഹോർമോൺസോ ആൻറ്റിബയോട്ടിക്സ് ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഈ A2 പ്രോട്ടീൻ മാത്രമുള്ള മിൽക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പാൽപ്പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായിട്ട് സ്റ്റവ് ഓൺ ചെയ്യുക. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അര കപ്പ് വെള്ളം ഒഴിക്കുക. അതിലേക്ക് നമ്മൾ 1 കപ്പ് പാൽ ഒഴിക്കണം. പാല് നമ്മൾ നല്ലവണ്ണം തിളപ്പിച്ച് ഇതിലത്തെ വെള്ളം വറ്റിക്കണം. 10 മിനിറ്റ് ബോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഴുകി വെച്ചേക്കണ ഈ അരി ഇതിലേക്ക് ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. വേവിച്ച് നമുക്കിത് നന്നായി ഇളക്കി നന്നായി വേവിക്കാം. അരി നല്ലവണ്ണം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ മാഷ് ചെയ്യും. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഇത് 100 ഗ്രാം പഞ്ചസാരയാണ്. അപ്പോൾ കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്യും. ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ബ്രൗൺ ഷുഗറാണ്, ഓർഗാനിക് ഷുഗർ, ഈ തരം ഷുഗർ. വൈറ്റ് ഷുഗർ ആരോഗ്യത്തിന് നല്ലതല്ല, അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തു. നല്ലോണം ഇളക്കുക. ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒരു വാട്ടറി ആവുക. നമ്മുടെ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഞാൻ ഓഫ് ചെയ്തു. അതിൽ കുറച്ചും കൂടി നേരം നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുന്നു. കൺസിസ്റ്റൻസി ഇതുപോലെ. നമ്മൾ ഈ പായസം ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്, ബൗളിലേക്ക്. ഇതിപ്പോൾ 1 കപ്പ് പായസം. ഇതിനാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ചെയ്യാൻ കാരണം. ഇനി നമുക്കിത് കണ്ണിന് കൊടുക്കാം. അപ്പോൾ പാൽപ്പായസം കണ്ണിന് നിവേദിച്ചു. ഞങ്ങളും ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല സ്വാദുണ്ട്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കണം. എന്നെ എൻകറേജ് ചെയ്യാൻ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.